അവിടെ ഒരമ്മ തലയിറങ്ങി വീണ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെയൊക്കെ വരുന്നില്ലേ, ഒന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ്. ഇപ്പോൾ ആംബുലൻസ് വന്ന് കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ തന്നെ ആംബുലൻസും എല്ലാം ഇവിടെ ഹെൽപ്പിനായിട്ട് കിടപ്പുണ്ട്. ഒരുപാട് പേരൊന്നും ഇവിടെ ബലിയിടാനായിട്ട് എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ഒരു റൗണ്ടിൽ തന്നെ ഈ ഒരു ഹാളിൽ ബലിയിടുന്നത്. അങ്ങനെ ലക്ഷങ്ങളുടെ ഈ ഒരു പനമൂട് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് പേര് പോകുന്ന കണ്ടില്ലേ. ഇത് ബലിയിട്ട് കഴിഞ്ഞ് കടലിലേക്ക് ഒഴുക്കാൻ പോകുന്ന കാഴ്ചയാണ്. ഒരുപാട് പേരുണ്ട്. ഇപ്പോഴാണ് ഒന്ന് തിരക്കായി തുടങ്ങിയിട്ടുള്ളത്. അതെ അതെ, ആ സമയത്താണ് ഇപ്പൊ തിരക്ക് വന്നത്. സാധാരണ ഇതിൽ എല്ലാ വർഷവും 3 മണിക്കൊക്കെ തുടങ്ങുന്ന സമയത്തെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഇഡ്ഡലിയും കഴിച്ചിട്ട് പോകാം. ഇഡ്ഡലിയും സാമ്പാറും കൂടെ കൊടുക്കും. കണ്ടില്ലേ, ബൊഫേ കണക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഡ്ഡലിയും സാമ്പാറും. അപ്പം ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിരിയാം. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തൊരു കാപ്പി ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ടീ. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ടീയും വലിയൊരു ഹാളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിൽ ഓരോ റൗണ്ട് കഴിഞ്ഞ് ബലിയിടുമ്പോഴും അടുത്ത സെറ്റ് ആളെ കയറ്റിയിട്ട് ഫുള്ളാക്കിയതിന് ശേഷം ഇങ്ങനെ ശാന്തി മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർ കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ്. അവിടെ എന്തോ ക്യൂവിലൊക്കെ ആൾക്കാരെ ഇടയിൽ കയറുന്നെന്നും പറഞ്ഞ് സംസാരം നടക്കുവാണ്, കണ്ടില്ലേ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇതേ കണക്ക് ക്യൂ നിൽക്കുമ്പോൾ ഇടയിൽ കൂടി ആൾ കയറണം. അവിടെ ആർക്കെന്തോ പറ്റി, അവിടെ എനിക്ക് തോന്നുന്നു ബോധം കിട്ടാണ്ട് വീണു. അപ്പോൾ ആൾ അപ്പോഴേ തന്നെ അതാ കൊണ്ടുവന്നു, ആംബുലൻസിൽ കയറ്റി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഡോക്ടർമാരും എല്ലാവരും ഉണ്ട്, ആംബുലൻസും ഫുൾ സെറ്റപ്പ് ഉണ്ട്. പിന്നെ രാവിലെ തൊട്ട് ആഹാരം കഴിക്കാതെയൊക്കെ വന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും വന്ന് തളർന്ന് വീണതായിരിക്കാം. ആ ഗേറ്റിന്റെ മുൻഭാഗത്ത് പ്രധാന ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് എയ്ഡും ഡോക്ടർമാരും ആംബുലൻസും ഫുൾ സെറ്റപ്പിലാണ്. പിന്നെ മാത്രമല്ല ഫയർഫോഴ്സും ഉണ്ട്. നമ്മുടെ ഈ ബലിയിടാനായിട്ട് ഈ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങുന്നവരെ ഹെൽപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ ഫയർഫോഴ്സും അവിടെ നിൽപ്പുണ്ട്. ഈ ഒരു ക്യൂ ഒക്കെ നല്ല നീണ്ടു കിടക്കുവാണ്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഒരുപാട് പേരോളം ഉണ്ട്. അവിടെ ഒരമ്മ തലയിറങ്ങി വീണ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെയൊക്കെ വരുന്നില്ലേ, ഒന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ്. ബലിയിടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു കർക്കിടക വാവ് ബലിയിടന്നത്തെ ബലിയിടൽ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മഹനീയമായ ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ബലിയിടുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം തിരക്ക് എല്ലാ വർഷത്തെക്കാട്ടിയും രാവിലത്തെ തിരക്ക് ഇപ്പോൾ കുറവാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പം ഏകദേശം ഒരു 10,000-3000 പേര് വരേണ്ടതാണ്. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് തിരക്കായി തുടങ്ങിയിട്ടുള്ളത്. അതെ അതെ, ആ സമയത്താണ് ഇപ്പോൾ തിരക്ക് വന്നത്. സാധാരണ ഇതിൽ എല്ലാ വർഷവും 3 മണിക്കൊക്കെ തുടങ്ങുന്ന സമയത്തെ തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്ര തിരക്ക് രാവിലെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. 7 മണിക്ക് ശേഷമാണ് തിരക്ക് വന്ന് തുടങ്ങിയത്. ഇവിടെ ലൈഫ് ഗാർഡും ഉണ്ട്. അപ്പോൾ ലൈഫ് ഗാർഡ് ഇവരെയൊക്കെ കറക്റ്റ് വഴിയിൽ അങ്ങോട്ട് വിടുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു സൈഡിൽ ആഴം ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ട് വിടുന്നത് അവർ. കണ്ടില്ലേ, നല്ലൊരു തിരക്കാണ്, ഒരുപാട് പേരുണ്ട്. ഇപ്പം എത്ര ബാച്ച് കഴിഞ്ഞാണ്, എത്ര ബാച്ച് പോയി കാണുന്നത്? ഒരു 5 പോയി. നല്ലൊരു തിരക്കാണ്. ഇത് 5ാമത്തെ ബാച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു ബലിതർപ്പണം നടത്തുന്ന ആ ഒരു കടൽ തീരമാണ്. നമ്മുടെ കൊല്ലംകാരുടെ പൊഴിക്കര കടൽ തീരം, പൊഴിക്കര പനമൂട് ക്ഷേത്രത്തിലെ കടൽ തീരം. അടിപൊളി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ, സൈനിങ് ഓഫ്. ടാറ്റാ.